ശക്തമായ ഭരണവിരുദ്ധത ഒന്നുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വലിയ തോൽവി നേരിടേണ്ടി വന്നത്. പക്ഷെ എന്നാലും അത് സമ്മതിച്ചു തരാൻ സഖാക്കൾക്ക് കുറച്ച് മടിയായിരിക്കും. പക്ഷേ എല്ലാ വിരലുകളും നേരെ ചൂണ്ടുന്നത് പിണറായിയിലേക്കാണ്. കാരണം തോൽവിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സംഭാവന കുറച്ചധികമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയും കമ്പനിയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്തതാണ്. അതെല്ലാം തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്ന് എടുത്തു പറയേണ്ട കാര്യം പോലുമില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വൻ തോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിലാണ് സമഗ്ര പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. CPM പാർട്ടിയെ ഞെട്ടിച്ച തോൽവിയിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലിയാണെന്ന വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ അത് ഉയരാതിരിക്കാനുള്ള ശ്രമങ്ങളും ശക്തമാണ്. പാർട്ടി വോട്ടുകളിലെ ചോർച്ച തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിൽ ചർച്ച. പാർട്ടി വോട്ട് ചോർന്ന മേഖലകളിൽ പ്രത്യേക പരിശോധന നടത്തും. വൻതോതിൽ വോട്ട് ചോർന്നയിടങ്ങളിൽ അന്വേഷണ കമ്മീഷൻ വന്നേക്കും. സംസ്ഥാന സമിതിക്കുള്ള സാധ്യതയുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ CPMന് ജയിക്കാനായുള്ളൂ. പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയിൽ അന്വേഷണ കമ്മീഷൻ നിയമിച്ചുകൊണ്ടുള്ള അന്വേഷണം വന്നേക്കുമെന്നാണ് സൂചന. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക് വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. പാർട്ടിയിലും സർക്കാരിലും വരുത്തേണ്ട തിരുത്തൽ നയത്തെക്കുറിച്ചും CPIM സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിട്ടുണ്ട്. അടുത്ത 3 ദിവസം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യങ്ങൾ ചർച്ചയാകും. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJP വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിൽ എന്തെന്ന് തല പുകയ്ക്കുകയാണ് CPM നേതൃത്വം. ഇപ്പോൾ CPM PBയിൽ കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച് ചർച്ച നടന്നു. ഇത്രയും വലിയ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും BJPയുടെ വളർച്ച തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും PB വിലയിരുത്തി. തൃശൂരിലെ സ്ഥിതി അടക്കം ആഴത്തിൽ പഠിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അതേസമയം തോൽവിയുടെ ചൂട് സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്താതിരിക്കാനുള്ള കരുതൽ തുടരവേ മുഖ്യമന്ത്രി ഉന്നമിട്ട ഐസക്കിനെ പോലുള്ള നേതാക്കൾ രംഗത്തെത്തിയത് തിരുത്തൽ ആഗ്രഹിക്കുന്ന നേതാക്കൾക്കും ആശ്വാസം പകരുന്നതാണ്. ഇതോടെ പാർട്ടിക്കുള്ളിലും ചിലത് ഉരുണ്ടുകൂടുന്നുണ്ട്. തിരുത്തുമെന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയതിന് പിന്നാലെ തിരുത്തേണ്ടത് ജനങ്ങളെ കേട്ടുകൊണ്ടാകണമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പരസ്യമായി പ്രകടിപ്പിച്ചു. ഇത് ജനവികാരം അറിഞ്ഞുകൊണ്ടുള്ള നീക്കമായിരുന്നു. തോൽവിയുടെ കാരണം തേടി പാർട്ടി നേതൃയോഗങ്ങൾ ചേരുന്നതിനിടെയാണ് ഐസക്കിന്റെ പ്രതികരണം പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയെ നോക്കി മറുവാക്ക് പറയാൻ കഴിയാത്ത ആൾക്കൂട്ടമായി പാർട്ടി നേതൃഘടകം മാറുന്നുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് ഐസക്കിന്റെ നിലപാട് എന്നതും പ്രധാനമാണ്. ഇടതു വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നതിന്റെ അസ്വാരസ്യങ്ങൾ ആലപ്പുഴയിലും പുകയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന നിലപാട് ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയിൽ ഉയർത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനെതിരെ അവിടെ കടുത്ത വിമർശനമാണ് ഉണ്ടായത്. എന്തുകൊണ്ട് തോറ്റു എന്നതിനെ കേന്ദ്രഭരണ മാറ്റത്തിനുള്ള ജനങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അനുകൂലമായി മാറിയെന്ന മുഖ്യമന്ത്രിയുടെ തിയറി ഭൂരിപക്ഷ നേതാക്കൾക്കും അത്രയ്ക്കങ്ങ് ദഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ സമീപനവും സർക്കാരിന്റെ പ്രവർത്തനവും ഇടതുവിരുദ്ധ വോട്ടായി മാറിയിട്ടുണ്ടെന്ന കാര്യം പലരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് പാർട്ടി യോഗത്തിൽ ഉയരാനിടയില്ലെന്ന കാര്യം അവർ തന്നെ സൂചിപ്പിക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രതികരണം ചർച്ചയാകുന്നത്. ഇനി സംസ്ഥാന കമ്മിറ്റി ഇതിനെ എങ്ങനെ പരിശോധിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.